ഒരു നൂറ്റാണ്ട് നീണ്ട കേരളത്തിന്റെ കാത്തിരിപ്പിന് വിപ്ലവകരമായ അന്ത്യം. 1921 മലബാർ പോരാട്ട നായകൻ ഷഹീദ് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ യഥാർത്ഥ ചിത്രം പുറത്തു വന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പോരാട്ട ഭൂമിയായ, രക്തസാക്ഷിത്വത്തിന് സാക്ഷിയായ മലപ്പുറത്തിന്റെ മണ്ണിൽ തന്നെ കൃത്യം 100-ാം വർഷം ആ ധീരശൂരന്റെ യഥാർത്ഥ ചിത്രം വിപ്ലവ കേരളത്തിനു മുന്നിൽ മിഴി തുറന്നു. നിങ്ങൾക്ക് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്നൊരു പേരറിയുമോ? ബ്രിട്ടന്റെ സൈനിക ആധിപത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് സ്വന്തമായി ഒരു രാഷ്ട്രം സ്ഥാപിച്ച ആളായിരുന്നു. തന്റെ റിപ്പബ്ലിക്കിൽ അദ്ദേഹം ഇട്ട പേര് മലയാള രാജ്യമെന്നായിരുന്നു. ബലം പ്രയോഗിച്ച് ബ്രിട്ടൻ അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി മൃഗീയമായ മർദ്ദനത്തിലൂടെ പരിണിത പ്രജ്ഞനാക്കി മീശയിലെ ഓരോ രോമങ്ങളും പിഴുതെടുത്ത് ബയണറ്റ് കൊണ്ട് കുത്തി അവസാനം ഒരു ഓഫർ മുൻപോട്ട് വെച്ചു. നിങ്ങൾ മാപ്പപേക്ഷ എഴുതി തന്നാൽ, നിങ്ങൾ സ്വാതന്ത്ര്യ സമരം അവസാനിപ്പിച്ചാൽ നിങ്ങളെ മക്കയിൽ സുഖമായി ജീവിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി തരാം എന്നാണ് ബ്രിട്ടീഷ് സൈന്യ മേധാവികൾ അദ്ദേഹത്തോട് പറഞ്ഞത്. ആ ഓഫറിന്റെ മുൻപിൽ മൃതപ്രായനെങ്കിലും പുഞ്ചിരി മായാത്ത മുഖവുമായി വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി മറുപടി പറഞ്ഞു അത്രേ, മക്ക എനിക്കിഷ്ടമാണ്, പക്ഷെ നിങ്ങൾ അറിയണം, ഞാൻ പിറന്നു വീണത് മക്കയിലല്ല, സമര പോരാട്ടങ്ങളുടെ വീരേതിഹാസങ്ങൾ ഉറങ്ങുന്ന ഏറനാടിന്റെ മണ്ണിലാണ്. ഈ മണ്ണിൽ ഞാൻ മരിച്ചു വീഴും. ഈ മണ്ണിൽ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഭരണത്തിന്റെ കീഴിൽ ഏറനാടുന്ന ഈ നാട് അകപ്പെട്ടു പോയ ഒരു നേരത്ത് ചുറ്റിലും തോക്കും ആയുധങ്ങളും ഏന്തിയിട്ടുള്ള ബ്രിട്ടീഷ് പട്ടാളക്കാർ നോക്കി നിൽക്കെ ഏറനാട്ടിലെ ബ്രിട്ടീഷിന്റെ ഭരണം മാസങ്ങളോളം സ്തംഭിപ്പിച്ച ഒരാളുണ്ട്. എന്നിട്ട് ഏറനാട്ടിലെ രാജാവ് ഞാനാണെന്ന് പ്രഖ്യാപിച്ച ഒരാളുണ്ട്. എന്റെ രാജ്യത്തിലേക്ക് കടന്നാൽ വിവരമറിയുമെന്ന് ആയുധധാരികളായിട്ടുള്ള ബ്രിട്ടീഷ് പട്ടാളക്കാരുടെ ആൺകുട്ടിയെ പോലെ പറഞ്ഞ ഒരാളുണ്ട്. അത് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. സമാനമായിട്ടുള്ള ഒരു ചരിത്രം ലോകത്ത് വേറെയില്ല. അത്ര വലിയ പോരാളി. ഈ കോട്ടക്കുന്നിന്റെ മട്ടുപ്പാവിലേക്ക് ആ വലിയ മനുഷ്യനെ കൊണ്ടുവന്ന് മുഖത്ത് കറുത്ത കെട്ടുകെട്ടി തോക്ക് നെഞ്ചത്തേക്ക് ചൂണ്ടിപ്പിടിച്ച് ഇന്ന് ചെറുപ്പക്കാർ വിനോദയാത്രയ്ക്ക് പോകുന്ന കോട്ടക്കുന്നിന്റെ ഇന്നത്തെ താഴ്വാരത്ത് ഇപ്പോഴും ഇല്ലാതായി പോയിട്ടില്ല ആ ആൽമരം. ആ ആൽമരത്തിൽ ബന്ധിപ്പിച്ച് പട്ടാളക്കാരന്റെ തോക്ക് നെഞ്ചിലേക്ക് പറ്റിച്ചു പിടിച്ചവർ ചോദിച്ചൊരു ചോദ്യമുണ്ട്: നീ ഞങ്ങൾക്കെതിരെ ആൾക്കാരെ കൂട്ടി സംഘടിപ്പിച്ചു, യുദ്ധം ചെയ്തു, പോരാടി, നീ ഞങ്ങളുടെ ആളുകളെ കൊന്നു, പട്ടാളക്കാരെ കൊന്നു, ഞങ്ങൾക്ക് ഭീഷണിയായി നാട്ടിൽ പ്രവർത്തിച്ചു, ഇന്ന് നീ ഞങ്ങളുടെ ചങ്ങലക്കെട്ടുകളിൽ ബന്ധിതനായിരിക്കുന്നു, എന്താ നിനക്ക് അവസാനമായിട്ട് പറയാനുള്ളത്? നീ മരിക്കാൻ പോവുകയാണ്. ചിരിച്ചുകൊണ്ടാണ് പ്രതികരിച്ചത്: എനിക്ക് രണ്ടാഗ്രഹങ്ങളാണുള്ളത്. ഒന്ന്, ഈ കറുത്ത തുണി ഒന്ന് അയച്ചു മാറ്റണം. നിന്റെ തോക്കിൻ കുഴലിൽ നിന്ന് വെടിയുണ്ടകൾ എന്റെ നെഞ്ചിലേക്ക് ചീറിപ്പാഞ്ഞു വരുന്നത് കണ്ട് എനിക്ക് എന്റെ പ്രിയപ്പെട്ട മാതൃരാജ്യത്ത് പടഞ്ഞു മരിക്കണം. മറ്റൊന്ന്, എന്നെ നീ നെഞ്ചിലേക്ക് വെടിവെക്കണം. ഒരു കാരണവശാലും പിറകിൽ വെടിവെക്കരുത്. കാരണം ഞാൻ മരിച്ചു പോയാൽ എന്റെ നാട്ടുകാർ വരും, എന്റെ ബന്ധുക്കൾ വരും, സഹപ്രവർത്തകർ വരും എന്റെ മയ്യത്ത് കൊണ്ടുപോകാൻ.